മുഴുവൻ പ്രവാചകന്മാരുടെയും പ്രാർത്ഥന. പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിക്കാനാണ് പഠിപ്പിച്ചു തന്നത്. ആ പ്രാർത്ഥനയിൽ എവിടെയും സഹോദരങ്ങളെ അല്ലാത്തവരോടൊരു പ്രാർത്ഥനയില്ല. അതുകൊണ്ടാ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് പ്രവാചകന്മാരുടെ പാത. നമ്മുടെ വിശ്വാസ കാര്യത്തിൽ റബ്ബ് നമ്മോട് പറയുന്നത് എന്റെ റബ്ബ് നിങ്ങളെ വില വെക്കണമെങ്കിൽ നിങ്ങളുടെ ദുആ ഉണ്ടായിരിക്കണം. ആ ദുആ എങ്ങനെയായിരിക്കണം? നമ്മുടെ ആദ്യ പിതാവിന്റെ പ്രാർത്ഥന, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയായിരുന്നോ അതുപോലെ മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കൂ. മുജാഹിദുകൾ അതാ പറയുന്നത്. പരിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? ഉലൈകല്ലദീന ഹദല്ലാഹ്. നിരവധി അനവധി പ്രവാചകന്മാരുടെ പേരുകൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല എണ്ണി 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 പറഞ്ഞിട്ട് റബ്ബ് പറയുകയാണ് ഉലൈകല്ലദീന ഹദല്ലാഹ്. ഈ ആളുകൾ, ഈ പ്രവാചകന്മാരാരാണെന്നോ അല്ലാഹു അവരെ ഹിദായത്തിലാക്കിയിരിക്കുന്നു. ഫബിഹുദാഹും ഇഖ്തദിഹ്. അവരുടെ പാതയെ നിങ്ങൾ പിന്തുടരണം. ഈ പ്രവാചകന്മാരുടെ പാത നിങ്ങൾ പിൻപറ്റണം എന്ന് ഖുർആൻ പറയുമ്പോ എന്റെ ജേഷ്ഠ സഹോദരങ്ങളെ, എന്റെ അനുജന്മാരെ ഞാൻ പറയട്ടെ, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോ, നമ്മെ വിലവെക്കാൻ നമ്മുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോ, അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാം തൊട്ട് നമ്മുടെ കരളിന്റെ കഷ്ണമായ നമ്മൾ നമ്മുടെ ജീവനേക്കാൾ പരിഗണിക്കുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തരങ്ങൾ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചതുപോലെ മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കൂ എന്നേ മുജാഹിദുകൾ പറയുന്നുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ കേൾക്കാറുള്ള എന്താ? ഇലാഹാണെന്ന് കരുതിയാലേ ശിർക്കാവുള്ളൂ. സഹോദരങ്ങളെ, റബ്ബ് തആല അവന്റെ ഖുർആനിൽ പറയുന്നില്ലേ, അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദഅഹു വയക്ഷിഫു സുവ വയജഅലുകും ഖുലഫാഅൽ അർദി അഇലാഹും മഅല്ലാഹ്. റബ്ബ് തആല പറയുകയാണ്, അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദഅഹു. ഒരാൾ ഗത്യന്തരമില്ലാത്ത സന്ദർഭത്തിൽ ദുആ ചെയ്താൽ അവൻ ഉത്തരം ചെയ്യുന്ന അല്ലാഹു ആണോ, അതല്ല അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണോ ഏറ്റവും ഖൈറായവർ? വയക്ഷിഫു സൂഅ, അവൻ നിങ്ങളുടെ പ്രയാസങ്ങൾ ഒഴിവാക്കി തരുന്നു. വയജഅലുകും ഖുലഫാഅൽ അർദ്, ഭൂമിയിലെ ആധിപത്യം നിങ്ങൾക്ക് അവൻ നൽകുന്നു. ഈ റബ്ബിന് പുറമെ നിങ്ങൾ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്ന അവരാണോ അള്ളയാണോ ഖൈർ? അഇലാഹും മഅല്ലാഹ്. അല്ലാഹുവിനോട് കൂടെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ അല്ലാഹുവിനോട് കൂടെ വേറെ ഇലാഹോ? നോക്കൂ നിങ്ങൾ, റബ്ബ് പറയുന്നത് ഗത്യന്തരമില്ലാത്ത സന്ദർഭം എന്ന് പറഞ്ഞാൽ, ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്ത് എടുക്കലാണ്. അത് ഇബാദത്താണ് ദുആയാണ് ശിർക്ക് എന്നാണ് നമ്മൾ കേൾക്കാറുള്ളത്. പലരുടെയും വിശദീകരണങ്ങൾ നമ്മളത് അംഗീകരിക്കുന്നു. ഇന്ത്യ രാജ്യമാണ്, ആർക്കും എന്തും പറയാൻ പറ്റുന്ന രാജ്യമാണിത്. പക്ഷേ നമുക്ക് പറയാനുള്ളത്, പടച്ചതമ്പുരാന്റെ ഖുർആനിൽ റബ്ബ് പറഞ്ഞത് അമ്മൻ യുജീബുൽ മുൽതറ, മുൽതറിന് ഉത്തരം ചെയ്യുന്നവൻ. മുൽതർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുടുങ്ങിയവൻ. തെങ്ങിന്റെ മുകളിൽ കയറി കൊരലിൽ ചെന്നിട്ട് തളപ്പറ്റിങ്ങോട്ട് വീഴുന്ന സന്ദർഭത്തിൽ ആ കുടുങ്ങിയവൻ എന്ന് പറയാ. അല്ലെങ്കിൽ താമരശ്ശേരി ചുരത്തിന്റെ ഏറ്റവും ടോപ്പിലെത്തി വണ്ടി ടയർ പഞ്ചറായി കീപ്പോട്ട് പതിക്കുമ്പോ ആ സന്ദർഭത്തിൽ ആ ഗത്യന്തരമില്ലാത്തവെന്ന് പറയുക. ആ സമയത്തുണ്ട് അവന്റെ കൽബിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു നിലവിളി, റബ്ബേ എന്റെ മക്കൾ അനാഥരാവാതിരിക്കാൻ, യതീമുകളാവാതിരിക്കാൻ, എന്റെ ഭാര്യ വിധവയാവാതിരിക്കാൻ, എന്റെ മാതാപിതാക്കൾ നിരാലംബരാവാതിരിക്കാൻ റബ്ബേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിലവിളി ഉണ്ട് ആ സന്ദർഭത്തിൽ. ആ സന്ദർഭമാണ് ഗത്യന്തരമില്ലാത്ത സന്ദർഭം. അപ്പോൾ അല്ലാഹു പറയുന്നു, ആ സന്ദർഭത്തിൽ അർഹരായ ആളുകൾ ആരാണോ അവർക്കുത്തരം ചെയ്യുന്നവനാണ് യഥാർത്ഥ ഇലാഹ്. ആ സമയത്ത് സഹോദരങ്ങളെ ആരെങ്കിലും ഇബാദത്ത് എടുക്കാൻ പോകും? തെങ്ങിന്റെ മുകളിൽ നിന്ന് തളപ്പറ്റ് വീഴുന്ന സമയത്തുള്ള ദുആ ഇബാദത്തിന്റെ ദുആ. ആ സമയത്ത് തെങ്ങിന്റെ മുകളിൽ നിന്ന് തളപ്പറ്റിന് ചാടുമ്പോ കിണ്ടിയും വെള്ളം എടുത്ത് ഒന്നുണ്ടാക്കി നിൽക്കാൻ പോവുകയായിരിക്കും ചെയ്യുക. ചുരത്തിന്റെ മുകളിൽ നിന്ന് തകർന്നു വീഴുന്ന സമയത്ത് ഇബാദത്ത് എടുക്കാൻ പോവുക.
ആ സമയത്ത് റബ്ബേ എന്ന് പറഞ്ഞാണ് അവൻ വിളിക്കേണ്ടത്. അതിന് ബദൽ വേറെ ആരെങ്കിലും വിളിക്കുന്നു എങ്കിൽ റബ്ബ് പറയുന്നു അല്ലാഹുവിനോട് കൂടെ വേറെ ഇലാഹോ. ഉത്തരം ചെയ്യാൻ അർഹതപ്പെട്ടവൻ ആരാ? അൽ മുൽത്തർ എന്ന് പറഞ്ഞാൽ ഉത്തരം ചെയ്യാൻ അർഹതപ്പെട്ടവൻ. ഈ ലാമ് ജിൻസിന്റെ അലിഫ്ലാമ, ഇസ്തിഗ്റാഖിന്റെ അലിഫ്ലാമ അല്ല. കിതാബോധ്യം മൂലന്മാർക്ക് തിരിയും. ഈ വിഷയം ഇബ്നു ജരീർ തബരിയുടെ തഫ്സീർ, ഇബ്നു കസീറിന്റെ തഫ്സീർ, അബു സഊദിന്റെ തഫ്സീർ, ഖുർത്തുബിയുടെ തഫ്സീർ, ബൈലാവിയുടെ തഫ്സീർ, അതുപോലെ സമഖ്ശരിയുടെ കശ്ശാഫ്, അതുപോലെയുള്ള തഫ്സീറുകളൊക്കെ നോക്കിയാൽ ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ ഞാൻ പറയുന്നത്, അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കുമ്പോൾ ഇലാഹാണെന്ന് കരുതിയാലേ ശിർക്കാവുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. അള്ളാഹുവിനോട് ഗത്യന്തരമില്ലാത്ത സന്ദർഭത്തിൽ എവിടുന്ന് വിളിച്ചാലും എപ്പ വിളിച്ചാലും എന്തും ചെയ്യാൻ, ഉത്തരം ചെയ്യാനും കേൾക്കാനും കഴിയുന്നവൻ അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്ന് റബ്ബ് പറയുക. അതല്ല അള്ളാഹുവിന് പുറമെ വേറെ ആളുകൾക്ക് കഴിയും, അവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് അള്ളാഹുവിന് പുറമെ ഇലാഹാക്കലാണ്. അള്ളാഹിനോട് കൂടെ വേറെ ഇലാഹോ, ഇലാഹാണെന്ന് കരുതണമെന്നില്ല. ഇപ്പൊ ദാത്തു അൻവാത്തിന്റെ കഥ, ഒരു വൃക്ഷം മുശ്രിക്കുകൾ അവർക്ക് ബർക്കത്തെടുക്കാൻ വേണ്ടി ഒരു വൃക്ഷം വേണമെന്നും, അവർക്ക് അങ്ങനെ ഒരു വൃക്ഷം ഉണ്ടായിരുന്നു ദാത്തു അൻവാത്ത്. സഹാബത്ത് ചോദിച്ചു, നബി ഞങ്ങൾക്കും വേണം അതുപോലൊരു മരം, ബർക്കത്തെടുക്കാൻ വേണ്ടി വാള് തൂക്കിട. എന്നാ നബി ഒരു മരം കാണിച്ചു തന്നാണ്, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇതിപ്പോ തൂക്കിട, എന്നാൽ ഞങ്ങൾ യുദ്ധത്തിൽ ജയിക്കും, അതുപോലെ ഒരു മരം വേണം. റസൂൽ എന്താ പറയുന്നത്? അതഖൂലൂന കമാ ഖാല ഖൗമു മൂസാ ലി മൂസാ ഇജ്അൽ ലനാ ആലിഹതം കമാ ലഹും ആലിഹാ. ഓ ജനങ്ങളെ, നിങ്ങൾ മൂസാ നബിയുടെ ജനത മൂസാ നബിയോട് ചോദിച്ചതുപോലെ ഇജ്അൽ ലനാ ആലിഹതൻ, ഞങ്ങൾക്ക് ഇലാഹ് വേണമെന്ന് അവർ പറഞ്ഞു. അതുപോലെ നിങ്ങൾ ചോദിക്കുകയാണോ? സഹാബത്തിന് പറഞ്ഞുകൂടായിരുന്നോ, നബി ഞങ്ങൾ ഇലാഹാണെന്നൊന്നും കരുതുന്നില്ല, വെറുതെ ബർക്കത്തെടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൂടായിരുന്നു? അവർ പറഞ്ഞില്ല സുഹൃത്തുക്കളെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇലാഹാണെന്ന് കരുതാതെ അള്ളാഹുവിന് കൊടുക്കേണ്ടുന്ന പ്രാർത്ഥന അള്ളയല്ലാത്തവരോട് കൊടുത്താൽ അള്ളാഹിനോട് കൂടെ ഇലാഹാക്കലാണ് കൂട്ടരെ എന്ന് കൃത്യമായി തഫ്സീറുകളിൽ, തബരിയിൽ, ഖുർതുബിയിൽ, ഇബ്നു കസീറിൽ, അബു സഊദിൽ, കശ്ശാഫിൽ, അതുപോലെ നിരവധി അനവധി തഫ്സീറുകൾ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അപ്പൊ പിന്നെ എന്തിനും കഴിയും മഹാന്മാർക്ക്. അള്ളാഹു കഴിവ് കൊടുത്തിട്ട് അതിനൊരു കണക്കും കഴിയൂല എന്നാ പടച്ച തമ്പുരാന്റെ ഖുർആനിൽ റബ്ബ്. ഇതൊക്കെ നമ്മൾ ന്യായം പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ നേരത്തെ പറഞ്ഞ അമ്പിയാക്കന്മാർക്കൊന്നും ഇത് തിരിഞ്ഞില്ലേ? ഈ അമ്പിയാക്കന്മാർ ചെയ്തതുപോലെ പ്രാർത്ഥിച്ചാൽ മതി, ഒരു പരിക്കും പറ്റൂല. ഇനി നോക്കൂ നിങ്ങൾ, എന്നാ ഖുർആനിന്റെ തീരുമാനം എന്താ? എല്ലാ ആളുകൾക്കും എന്തും ചെയ്യാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്നാണോ? അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹാന് എന്തും എപ്പോഴും അവൻ ഉദ്ദേശിക്കും പോലെ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു കഴിവ് ഏതെങ്കിലും മഹാന്മാർക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ടോ? ആ ധാരണ ആരുടെ ധാരണയാ? ഖുർആൻ പറയുന്നു, മുഹമ്മദ് നബി മക്കയിൽ ദഅവത്തുമായിട്ട് വരികയാണ്. ആ സന്ദർഭത്തിൽ മുശ്രിക്കുകൾ പറഞ്ഞെന്താ അറിയോ? മുഹമ്മദെ, നീ ഒരു നബിയാണെങ്കിൽ നിനക്ക് എന്തിനും കഴിയും. മുശ്രിക്കുകളുടെ വിശ്വാസം അതായിരുന്നു, ഒരു നബിയാണെങ്കിൽ എന്തിനും കഴിയും. സൂറത്ത് ഇസ്രായിന്റെ 90 മുതൽ 93 വരെയുള്ള വചനങ്ങൾ നോക്കൂ നിങ്ങൾ. മുശ്രിക്കുകൾ പറയുന്നു, ഖാലൂ ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുഅ ഔ തകൂന ലക ജന്നത്തും മിൻ നഖീലിൻ വഇനബിൻ ഫതുഫജ്ജിറ ലന്നാറ ഖിലാലഹാ തഫ്ജീറാ. മുഹമ്മദേ, നീ ഈ ഭൂമിയിൽ, ഈ മക്കയിൽ ഒരു അരുവി ഒഴിക്കണം. മുഹമ്മദേ, നബിയാണെങ്കിൽ എന്തിനും കഴിയും. ഈ മക്കയുടെ സ്ഥിതി അവിടെ പോയ ആളുകൾക്ക് അറിയാമല്ലോ. ആ കരിമ്പാറക്കൂട്ടത്തിൽ ഒരു അരുവി വരട്ടെ, ചെറിയൊരു കഴുത്തോടിന് വരട്ടെ. അതല്ലെങ്കിലോ ഔതകൂനലക ജന്നത്തും മിൻ നഖീലിൻ വഇനബിൻ, അല്ലെങ്കിൽ ഈ മക്കയിൽ ഒരു മുന്തിരിത്തോട്ടവും അതുപോലെ ഒരു ഈത്തപ്പഴത്തോട്ടവും ഉണ്ടാവണം. എന്നിട്ട് ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറ. മുഹമ്മദേ, ആ ഈത്തപ്പഴത്തോട്ടത്തിന്റെയും മുന്തിരിത്തോട്ടത്തിന്റെയും ഇടയിലൂടെ ഒരു അരുവി ഒഴുകി വരട്ടെ. മുഹമ്മദേ, നിനക്ക് നബിയാണെങ്കിൽ എന്തിനും കഴിയും മുഹമ്മദേ എന്ന് ചോദിച്ചപ്പോ റബ്ബിന്റെ മറുപടി എന്താണെന്നറിയോ? നബിയെ, നിങ്ങൾ അവരോട് പറയണം, ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂലാ. നബിയെ, തങ്ങൾ പറയൂ സുബ്ഹാന റബ്ബി. അല്ലേ, സുബ്ഹാന റബ്ബി എന്ന വേർഡ് എന്തിന്റെ? താജ്ജുബിന്റെ അത്ഭുതകരമായ ഒരു സംഭവമാണല്ലോ എന്ന് നിങ്ങൾ പറയൂ. ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂല, ഞാനൊരു മനുഷ്യനായ പ്രവാചകനല്ലാതെ മറ്റാരുമല്ലല്ലോ എന്ന് പറയൂ നബിയെ. ഈ ആയത്ത് വിശദീകരിക്കുന്ന ഇബ്നു ജരീർ തബരി തന്റെ തഫ്സീറിൽ പറയുന്നത് എന്താ അറിയോ?
കൈഫ അഖ്ദിറു അൻ അഫ്അല മാ സഅൽതുമൂനി, മനുഷ്യരെ നിങ്ങൾ ചോദിച്ചത് പ്രവർത്തിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? ഇന്നമാ യഖ്ദിറു അലൈഹാ ഖാലിഖി വ ഖാലിഖും, അതിന് എന്റെയും നിങ്ങളുടെയും സൃഷ്ടാവിനെ കഴിയൂ, എനിക്ക് കഴിയില്ല കൂട്ടരെ എന്ന് റസൂലുള്ള പറയുന്നു. ഇബ്നു ജരീർ തബരി പറയുന്നു, ഫഖ്റുർ റാസി പറയുന്നു, അതുപോലെ ഇമാം ഖുർത്തുബി പറയുന്നു. ഇവരൊക്കെ ഈ രൂപത്തിൽ പറയുന്നു. എന്താ പറയുന്നത്? അള്ളാഹുവിന് മാത്രമാണ് കൈ, എനിക്ക് കഴിയില്ല എന്ന് റസൂലുള്ള പറയാ. അപ്പൊ പറയല്ല, കഴിയും. ഒരാൾ രണ്ടാളത്ത് പള്ളി കിടന്നു, അങ്ങനെ കുറച്ചാളുകൾ പള്ളി ശാന്തമായി കിടന്ന് ഉറങ്ങുക. അപ്പൊ ഒരു കള്ളം കയറി, കള്ളം പേറിയിട്ട് പറഞ്ഞു ഇളകിയാ കുത്തുന്ന. അപ്പൊ ഇളകാതെ കടന്നു, ഇളകിയിട്ടില്ലെങ്കിലും കുത്തും. ഈ അവസ്ഥയിലാകുമ്പോ എണീറ്റ് ഓടേണ്ട ഗതികേട്. ഇപ്പൊ റസൂലുള്ളാഹിയുടെ അവസ്ഥ അതാ. നബി പറയാണ്, പൊന്നു കൂട്ടരെ, നിങ്ങൾ ഈ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് എങ്ങനെയാ കഴിയുക? ഇന്നമാ യഖ്ദിറു അലൈഹാ ഖാലിഖി വ ഖാലിഖും, കൂട്ടരെ എന്റെ നിങ്ങളുടെ സൃഷ്ടാവിനാ കഴിയാ. നബിയെ നിങ്ങൾ എന്നെ കാണുന്നില്ലേ, എനിക്ക് അത് വേണം നബിയെ, ഇത് വേണം നബിയെ എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബ് വളരെ കൃത്യമായി നമ്മോട് പറയുകയാണ്. പരിശുദ്ധ ഖുർആൻ ഇത് പറയുകയാ. ഇവിടെ എന്താ സംഭവിച്ചത്? ശിർക്ക് എന്ന് പറയുമ്പോൾ ആളുകൾ പറയാറുള്ളത് എന്താരോ, ശിർക്കിന്റെ മാനദണ്ഡം എന്താന്ന്. ഇവിടെ മാനദണ്ഡം എന്താരോ, അള്ളാഹുവിന്റെ ഖാദിർ എന്ന സിഫത്തിൽ പങ്കു ചേർത്തു. അതന്നെ ആ മാനദണ്ഡം. അള്ളാഹുവിന് എല്ലാം ചെയ്യാൻ കഴിയും, എല്ലാം കാണാൻ കഴിയും, അവൻ ഉദ്ദേശിക്കുന്നതൊക്കെ പ്രവർത്തിക്കാൻ കഴിയും. എവിടുന്ന് വിളിച്ചാലും എപ്പോ വിളിച്ചാലും എന്ത് ചോദിച്ചാലും അവന് ചെയ്തു തരാൻ കഴിയും, റബ്ബിന് കഴിയും. ഈ വിശ്വാസം അള്ളാഹു അവന്റെ അടിമകൾക്ക്, അവന്റെ പ്രവാചകന്മാർക്ക് നൽകിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നത് അവന്റെ ഖാദിർ എന്ന സിഫത്തിൽ പങ്കു ചേർക്കലാണ്. അപ്പൊ പിന്നെ ചിലപ്പോ ആളുകൾക്കുള്ള സംശയം തരും, അപ്പൊ അള്ളാഹിന്റെ സിഫത്തുകൾ ഉണ്ടല്ലോ, അള്ളാഹ് ഉള്ളവനാണ് എന്ന് പറഞ്ഞു, നമ്മളും ഉള്ളവരാണെന്ന് പറഞ്ഞു. അപ്പൊ അതും ശിർക്കാവൂലേ? അള്ളാഹിന്റെ സിഫത്താണല്ലോ വജൂദ്. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഈ കിതാബോധി ആളുകൾക്കൊക്കെ പറയാൻ പറ്റുക എന്താ അറിയോ, ഞങ്ങൾ കുല്ലിയൊരു സാധനം പഠിച്ചിട്ടുണ്ട്. അത് എന്തോ ഒരു സാധനമാണ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കുല്ലി രണ്ട് വിഭാഗമുണ്ട്, ഒന്ന് മുത്തവാത്തിയും ഒന്ന് മുശക്കിക്കും. കുല്ലി മുത്തവാത്തിയിൽ പെട്ടതാണ് അള്ളാഹിന്റെ വുജൂദ്, മുശക്കിക്കിൽ പെട്ടതാണ് മനുഷ്യന്മാരുടെ വുജൂദ്. മനുഷ്യനുണ്ട് എന്ന് പറഞ്ഞാൽ കുല്ലി മുശക്കിക്കിൽ പെടും, അള്ള ഉണ്ട് എന്ന് പറയുമ്പോൾ ആ കുല്ലി മുത്തവാത്തി പെടും. അത് ഞങ്ങൾക്ക് മൗലന്മാരുടെ ഒരു ഭാഷയാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ തിരിഞ്ഞോളുന്നില്ല. അപ്പൊ പെട്ടെന്ന് അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞ് ഞാനും ഉണ്ട് എന്ന് പറഞ്ഞാൽ ശിർക്കാകോ സിഫത്ത് പങ്കുചേർക്കലാവോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് മൗലന്മാർക്ക് പെട്ടെന്ന് അതിന് പടപടവനെ മറുപടി പറയാൻ പറ്റും. ഇത് കുല്ലി മുത്തവാത്തിയാണ്, അത് കുല്ലി മുശക്കിക്കാണ്, തീർന്നില്ലേ എന്ന് ചോദിച്ചാൽ മൗലർക്ക് പെട്ടെന്ന് തീരും. പക്ഷെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താ പറയേണ്ടതോ? അങ്ങനെയല്ല, അള്ള ഉണ്ട് എന്ന് പറഞ്ഞു, മനുഷ്യനും ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ സിഫത്തിൽ പങ്കു ചേർക്കലാവൂല. ഞങ്ങൾ ഖുർആൻ ഓതി പഠിച്ചിട്ടുണ്ട്. എന്താ ഖുർആനിലുള്ള അറിയോ? അള്ള പറയാ, ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അള്ളാഹുവിനെ പോലെ ഒരു വസ്തുവുമില്ല, അവൻ കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്. അതായത് അള്ളാഹുവിനെ പോലെ കേൾക്കുന്നവനില്ല, അള്ളാഹുവിനെ പോലെ കാണുന്നവനില്ല, അള്ളാഹുവിനെ പോലെ വുജൂദുള്ളവനില്ല. അള്ളാഹുവിനെ പോലെ എന്തൊക്കെ അള്ളാഹ് കാണുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെയല്ല, അവൻ കേൾക്കുന്നു എന്നാൽ നമ്മളെ പോലെയല്ല. ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അവൻ കാണുന്നു, അവൻ കേൾക്കുന്നു, അവൻ അറിയുന്നു, അവൻ വിലയിരുത്തുന്നു, ഇതൊക്കെ അവൻ ചെയ്യുന്നു. എന്നാൽ നമ്മളോ അവനെ പോലെ നമുക്ക് സാധ്യമല്ല. അതാണ് ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ എന്ന ആയത്തോടുകൂടെ മുജാഹിദുകൾക്കുള്ള സോക്കടും ആ വകുപ്പിൽ തീരുകയാണ് സഹോദരങ്ങളെ. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ. അപ്പൊ പിന്നെ നമ്മൾ കേൾക്കാറുള്ളത് എന്താണെന്നൊരു, ഇവിടെ മനുഷ്യ കഴിവിന് എത്ര പരിധി എന്നാ പലരും അന്വേഷിക്കാറുള്ളത്. മനുഷ്യ കഴിവിന് പരിധി ഉണ്ടെങ്കിൽ അത് എത്ര എന്നുള്ളത് നമുക്കങ്ങനെ കണക്കാക്കാൻ വയ്യ, കാരണം മനുഷ്യർ പലരാണല്ലോ. എങ്കിലും ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഭവം ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആയിഷ ബീവി പറയാ, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഖ്സിമു ബൈന നിസാഇഹി ഫയഅദിലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിരവധി ഭാര്യമാരുണ്ട്. ആ ഭാര്യമാരുടെ ഇടയിൽ പ്രവാചകൻ വിഹിതം വെക്കും, എന്നിട്ട് നീതി കാണിക്കും. എന്നിട്ട് പ്രവാചകൻ പറയും, അല്ലാഹുമ്മ ഹാദാ ഖിസ്മി ഫീമാ അംലികു. പടച്ചവനെ, ഇത് എൻ്റെ ഉടമത്വത്തിലുള്ളതിലുള്ള വിഹിതം വെക്കലാണ്, എൻ്റെ അധീനതയിലുള്ള എനിക്ക് കഴിയുന്ന വിഹിതം വെക്കലാണ്. റബ്ബേ ഫലാ തലുംനീ, എന്നെ നീ ആക്ഷേപിക്കരുത് റബ്ബേ. ഫീമാ തംലികു വലാ അംലികു,
നീ ഉടമയാക്കിയ, നിന്റെ നിയന്ത്രണത്തിലുള്ള, എന്റെ നിയന്ത്രണത്തിലില്ലാത്ത, എനിക്ക് കഴിയാത്ത കാര്യത്തിൽ നീ എന്നെ ആക്ഷേപിക്കരുത് റബ്ബേ. നിരവധി ഭാര്യമാരുണ്ടാകുമ്പോ ഏതെങ്കിലും ഒരു ഭാര്യയോട് സ്വാഭാവികമായും അവരുടെ ഒരു ഭർത്താവിന് സ്വാഭാവികമായ ഒരു പ്രത്യേക താല്പര്യം ഒരു ഭാര്യയോടുണ്ടായേക്കാം. അതാ മനുഷ്യനെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല, സ്വാഭാവികമാണ്, അങ്ങനെ സംഭവിച്ചേക്കാം. അതാണ് റസൂലുള്ള പറയുന്നത്, അല്ലാഹുവേ, ഏതെങ്കിലും ഒരു ഭാര്യയോട് എൻ്റെ മനസ്സിൽ പ്രത്യേകം സ്നേഹമുണ്ടെങ്കിൽ അത് നിന്റെ നിയന്ത്രണത്തിൽ പെട്ടതാണ്, നീ എന്നെ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കരുത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നിട്ട് സഹാബ വനിതകളും അതുപോലെ സഹാബികളും പ്രവാചകന്റെ അരികിൽ വന്നിട്ട് ബയ്യത്ത് ചെയ്യും. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയാറുള്ളത് എന്തായിരുന്നെന്നറിയാമോ? സഹാബാക്കൾ പറയുകയാണ്, സഹാബി വനിതകൾ പറയുകയാണ്, ഉമയ്യ റളിയല്ലാഹു അൻഹ പറയുന്നു, ബായഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ നിസ്വത്തിൻ, കുറേ സ്ത്രീകളോട് കൂടെ റസൂലുള്ളാഹിയുടെ അരികിൽ പോയിട്ട് ബയ്യത്ത് ചെയ്യാൻ, നബിയോട് കൂടെ, നബിയെ ഞങ്ങൾ മുസ്ലിങ്ങളായി നല്ല നിലക്ക് ജീവിച്ചോളാമെന്ന് കരാർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയി. അപ്പോൾ റസൂലുള്ളാഹി ഞങ്ങളോട് പറയുകയാണ്, ഫീമസ്തതഅതുന്നാ, സഹോദരിമാരെ, നിങ്ങൾക്ക് കഴിയുന്ന കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, കഴിയാത്ത കാര്യമൊന്നും ചെയ്യാൻ പോവണ്ട. അപ്പൊ കഴിയാത്ത കുറച്ച് കാര്യം സഹാബ വനിതകൾക്കുണ്ട്, സഹാബാക്കൾക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായി നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നമ്മൾ കേൾക്കാറുള്ളത് മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ അവർക്ക് എന്തു ചെയ്യാൻ കഴിയുന്ന, മുഅ്ജിസത്തും കറാമത്തും അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും കഴിവാണ്. ആരാ സഹോദരങ്ങളെ പഠിപ്പിച്ചത്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വമാ കാന ലിറസൂലിൻ അൻ യഅതിയ ബിആയത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, ഒരു പ്രവാചകനും ഒരു ആയത്തും അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ കൊണ്ടുവരാൻ സാധ്യമല്ല. എന്തിനാ പറയുന്നത്? മുഅ്ജിസത്തിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് അത് അള്ളാഹുവിന്റെ ആയത്താണെന്ന, പ്രവാചകന്മാരുടെ കഴിവല്ല. തഫ്സീർ ഇബ്നുൽ കതീറിൽ കാണാൻ കഴിയും, ലൈസ ദാലിക ഇലൈഹി ബൽ ഇലല്ലാഹ്, അത് പ്രവാചകന്റെ നിയന്ത്രണത്തിൽപ്പെട്ടതല്ല, അത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽപ്പെട്ടതാണ്. പ്രവാചകൻ ഉദ്ദേശിക്കുമ്പോൾ ഈ മുഅ്ജിസത്ത് കാണിക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നിട്ട് യഹൂദികൾ പറഞ്ഞു, മുഹമ്മദേ, നീ നബിയാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചാൽ മറുപടി പറയാൻ നിനക്ക് കഴിയും, അതുകൊണ്ട് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് നിനക്കറിയോ? ആരാണവർ? റസൂലുള്ളാഹി പറഞ്ഞു, നാളെ പറഞ്ഞുതരാം. പിറ്റേ ദിവസം അവർ വന്നു നോക്കി, കാണാൻ മറുപടി ഇല്ല. അവർ പറഞ്ഞു, മുഹമ്മദേ, ഞങ്ങളുടെ ആൻസർ കിട്ടണല്ലോ. നബി പറഞ്ഞു, നിർവാഹമില്ല. 2 ദിവസങ്ങൾ കഴിഞ്ഞു, പ്രവാചകന് വലിയ പ്രയാസമായി അല്ലേ? നബിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ പ്രവാചകന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്തല്ലേ പരിശുദ്ധ ഖുർആൻ? നബിക്കൊണ്ട് ഇറക്കിക്കൂടെ ആയത്ത്? അള്ളാഹ് ഉദ്ദേശിക്കുമ്പോഴാ ഇറങ്ങുന്നത്. അവസാനം അല്ലാഹ് പറഞ്ഞെന്താ? നബിയെ, ലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫായിലുൻ ദാലിക ഗദാ ഇല്ലാ അൻ യശാ അല്ലാഹ്, ഒരു കാര്യം ഇൻഷാ അല്ലാഹ് പറയാതെ നിങ്ങൾ പറയരുത് കേട്ടോ. നാളെ പറഞ്ഞുതരാം, ഇൻഷാ അല്ലാഹ് പറയണം, ഇല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകും. ഇപ്പൊ ഇന്നത്തെ കാലത്ത് എന്താ അറിയോ? നാളെ ഞാൻ വരട്ടോ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പറയാൻ പറ്റില്ല, ഉറപ്പായിട്ടും വരട്ടോ. ഇന്ന് കൗമ അവിടെ എത്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകനും പരിശുദ്ധ ഖുർആനും പറഞ്ഞതാ. അപ്പൊ ഞാൻ പറയുന്നത്, പ്രവാചകൻ ഉദ്ദേശിക്കുന്ന സമയത്ത് മുഅ്ജിസത്തൊക്കെ കാണിക്കാൻ കഴിയുമെങ്കിൽ പ്രവാചകൻ ഇത് ചെയ്യാമായിരുന്നു. അതുപോലെ തന്റെ സഹാബാക്കൾ 70 ഖാരിഈങ്ങൾ ഖുർആൻ 30 ജുസ് മനപ്പാടാക്കി 70 സഹാബാക്കളെ, പിന്നെ രഅൽ ഗോത്രവും ദക്വാൻ ഗോത്രവും ഹുസയ്യ ഗോത്രവും ബനീ ലഹിയാൻ ഗോത്രവും റസൂലുള്ളാഹിന്റെ അരികിൽ വന്നിട്ട് പറയുമ്പോൾ, നബിയെ, ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാൻ കുറച്ച് ആളുകൾ വേണം. റസൂലുള്ള 70 പേര് ഖുർആൻ 30 ജുസ് ഹിഫ്ളുള്ള, ഖുർആൻ ഹിഫ്ളുള്ള 70 ആളെ റസൂലുള്ള വിട്ടുകൊടുത്തു. പകുതി വഴിക്ക് എത്തിയപ്പോ ഇവരെ അവർ കൊന്നു കളഞ്ഞു. സഹോദരങ്ങളെ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാമാഞ്ഞ നിങ്ങളുടെ കൽഭാഗമെന്നോവർ, ശൈഖ് ജീലാനിയെ കുറിച്ച് നമ്മൾ കേൾക്കാറില്ലേ? എന്നാൽ അള്ളാഹുവിന്റെ ഹബീബിന് ഈ കഴിവുണ്ടായില്ല എന്നാണ്. തന്റെ 70ഓളം ഖാരികളെ കൊലക്കത്തിക്ക് മുമ്പിലേക്ക് പ്രവാചകൻ എറിഞ്ഞു കൊടുത്തു എന്ന് പറയാൻ പറ്റുമോ സഹോദരങ്ങളെ? ഇല്ല. അപ്പോൾ അതൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിനോട് നടത്തുക. അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനകളെ സംബന്ധിച്ച് പണ്ഡിത ലോകം പറയുന്നത് നോക്കൂ നിങ്ങൾ. മഹാനായ ഇബ്നു നജീമുൽ മസ്രി അദ്ദേഹത്തിന്റെ അൽ ബഹ്റുർ റായിഖിൽ പറയുന്നത്, അല്ലദീന യദഊനൽ അംബിയാ വൽ ഔലിയാ, അംബിയാക്കളോടും ഔലിയാക്കളോടും ദുആ ചെയ്യുന്ന ആളുകൾ
ഇൻദൽ ഹവായിജി വൽ മസായിബി, പ്രയാസഘട്ടങ്ങളിൽ അംബിയാ ഔലിയാക്കളോട് ദുആ ചെയ്യുന്ന ആളുകൾ ബിഇഅ്തിഖാദി അന്ന അർവാഹും ഹാദിറത്തും, അവരുടെ അർവാഹികൾ ഹാദിറാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുന്നവർ തസ്മഉൻ നിദാ വ തഅലമുൽ ഹവായിജ, അവരുടെ വിളി അവർ കേൾക്കും, അവരുടെ ആവശ്യങ്ങൾ അവരറിയും എന്ന് വിശ്വസിച്ചുകൊണ്ട് അംബിയാക്കളോടും ഔലിയാക്കളോടും പ്രാർത്ഥിച്ചാൽ വദാലിക ശിർകുൻ കബീർ, വളരെ മോശമായ ശിർക്കാണത്. വജഹ്ലുൻ സരീ, വളരെ വ്യക്തമായ വിവരക്കേടാണത് എന്ന് സഹോദരങ്ങളെ ഇതുപോലെ നിരവധി പണ്ഡിതന്മാർ തഫ്സീർ റൂഹുൽ മആനിയിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മഹാനായ ഷാ വലിയുള്ളാഹിയുടെ പ്രഖ്യാപനങ്ങളിൽ കാണാൻ കഴിയും. അതുപോലെ നിരവധി ഗ്രന്ഥങ്ങളിൽ ഈ രൂപത്തിലുള്ള പ്രഖ്യാപനങ്ങൾ. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ചോദിക്കുകയാണ്, ഓ സഹോദരങ്ങളെ, നിങ്ങൾ കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, എങ്ങനെയാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ ഹൃദയത്തിൽ എത്ര ഇലാഹുകളാ? കുല്ലു ശൈഇൻ തഅതമിദു അലൈഹി വ തസീഖു ബിഹി ദൂനല്ലാഹി വസ്തനമുക, അല്ലാഹുവിന്റെ പുറമെ നീ ആരോടൊക്കെ നിന്റെ ആവശ്യങ്ങൾ ആരുടെ മുമ്പിൽ അർപ്പിക്കുന്നു, ആരിലേക്കെല്ലാം നീ അഭയം തേടുന്നു, അവരൊക്കെ നിന്റെ മനസ്സിലെ ബിംബങ്ങളാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു തന്റെ ഫതൂർ റബ്ബാനിയിൽ, ഇജ്അൽ ഖൽബക മസ്ജിദാ, നിന്റെ ഹൃദയം നീ പള്ളിയാക്കണം. ലാ തദൂ മഅല്ലാഹി അഹദാ, അല്ലാഹുവിനോട് കൂടെ നീ മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. കമാ ഖാല അസ്സ വജല്ല, റബ്ബ് അവന്റെ ഖുർആനിൽ പറഞ്ഞതുപോലെ വ അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദൂ മഅല്ലാഹി അഹദാ, പള്ളികൾ അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്, അല്ലാഹുവിനോട് കൂടെ നിങ്ങൾ മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഫതുഹുർ റബ്ബാനിയിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഞാൻ പറയട്ടെ, ഇത്രയും പറഞ്ഞതിൽ നിന്ന് വിശ്വാസപരമായ കാര്യങ്ങളിൽ ഇമാം അശ്ശരി പറഞ്ഞത്, മുഹിയുദ്ദീൻ ശൈഖ് പറഞ്ഞത്, അതുപോലെ ഇബ്നുൽ ഖുദാമ പറഞ്ഞത്, നിരവധി അനവധി ഡസൻ കണക്കിന് പണ്ഡിതന്മാരെ ഞാൻ ഉദ്ധരിച്ചു പറഞ്ഞു. ഈ മഹാരഥന്മാരൊക്കെ പറഞ്ഞതല്ലാതെ അതിനപ്പുറം ഒന്നും സഹോദരങ്ങളെ മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല. അതുപോലെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മുജാഹിദുകളെ സംബന്ധിച്ചുള്ള പരാതി ഇവർക്ക് ഔലിയാക്കളില്ല എന്നാണ്. ഖുർആൻ എന്താ പറയുന്നത് ഔലിയാക്കളെ സംബന്ധിച്ച്? ഔലിയ എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഔലിയനെ തീരുമാനിക്കാൻ കഴിയുക? ഇമാം അശ്ശരിയുടെ ഗ്രന്ഥം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ഇമാം അശ്ശരി ഔലിയാക്കൾ ഇന്ന ആളാണെന്ന് തീരുമാനിക്കാൻ നമുക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഇമാം അശ്ശരി റഹ്മത്തുള്ളാഹി വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ റിസാലയുടെ 88-ാം പേജിൽ അദ്ദേഹം പറയുന്നത് എന്താ അറിയോ? ഒരാളെയും സംബന്ധിച്ച് അവൻ സ്വർഗത്തിലാണ് അല്ലെങ്കിൽ അവൻ നരകത്തിലാണ് എന്ന് തീർത്തും ഒരാളെ കുറിച്ചും പറയാൻ സാധ്യമല്ല. ഇമാം അശ്ശരി പറയുന്നു, വഅജ്മഉ അലാ അന്നഹു ലാ യഖ്തഉ അലാ അഹദിൻ മിൻ അഹ്ലി ത്വാഅതി ബിൽ ജന്നഹ്, സൽക്കർമ്മം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചും അവൻ സ്വർഗത്തിലാണെന്ന് പറയാൻ പാടില്ല. എന്നാ പിന്നെ മുഹിയുദ്ദീൻ ശൈഖിനെ സംബന്ധിച്ച്, എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ, മുഹിയുദ്ദീൻ ശൈഖ് അത് പറഞ്ഞിട്ടില്ല, എങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നു. ഇങ്ങനെ പറഞ്ഞാൽ ഇമാം അശ്ശരിയുടെ ത്വരീഖത്തിന് ഘടക വിരുദ്ധമായ പ്രഖ്യാപനമല്ലേ ഇത്? സഹോദരങ്ങളെ, മുജാഹിദുകളെ തെറ്റാണെന്ന് പറയുന്നത് അവരുടെ സ്വന്തം വകയല്ല, പ്രമാണബദ്ധിതമാണ്. എന്നിട്ട് ഇമാം അശ്ശരി പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തൻദിലു അഹദൻ മിൻ അഹ്ലിൽ ഖിബ്ലതി ജന്നതൻ വലാ നാറാ, ആരെയും നിങ്ങൾ സ്വർഗ്ഗക്കാരനാണ് അല്ലെങ്കിൽ നരകക്കാരനാണെന്ന് തീർത്ത് പറഞ്ഞു പോവരുത്. അല്ലാഹുവിന്റെ റസൂൽ അത് വിലക്കിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഒരാൾ മരണപ്പെട്ടാൽ ഇവൻ ഔലിയാണ്, ഇവനോട് നമുക്ക് എന്തും ചോദിക്കാം, അത് ശിർക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവൻ സ്വർഗത്തിലാണ് എന്ന് ഉറപ്പിക്കൽ അശ്ശരി ത്വരീഖത്തിന് എതിരാണ് എന്ന് ഇമാം അശ്ശരി പറയുന്നു. എന്നാൽ ഔലിയാക്കൾ ആരാ? മുജാഹിദുകൾ പറയുന്നത് എന്തറിയോ? അല്ലാഹ് അവന്റെ ഖുർആനിൽ സൂറത്ത് അംഫാലിൽ പറയുന്നുണ്ട് 34-ാം വചനം, ഇന്ന ഔലിയാഉ ഇല്ലൽ മുത്തഖൂൻ,
മുത്തഖൂൻ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആരാണെന്നോ മുത്തഖീങ്ങൾ മാത്രമാണ്. ഈ മഹല്ലത്തിന് ആത്മീയ നേതൃത്വം വഹിക്കുന്ന ഒരാളുണ്ടാവില്ലേ? എല്ലാ മഹല്ലത്തിലും നമ്മുടെ കാളിമാരുണ്ടാവില്ലേ? അവർ കൂടുതലും മറ്റുള്ളവരെക്കാൾ ഇബാദത്തെടുക്കുന്നവരായിരിക്കും. കാരണം ജനങ്ങളെ ഉപദേശിക്കുന്നവരല്ലേ. അപ്പൊ ഏറ്റവും ഇബാദത്തെടുക്കുന്ന, കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, ഈ സൽക്കർമ്മത്തിൽ തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന, 24 മണിക്കൂറും പള്ളിയിൽ തന്നെ കഴിയുന്ന ആ നമ്മുടെ മുദരിസമാരൊക്കെ അല്ലേ, അവരെ കുറിച്ച് 1-ാം നമ്പർ ഔലിയ എന്ന് പറയാം. കാരണം അവർ അള്ളാഹുവിനെ പേടിച്ച് നടക്കുന്ന ആളുകളാണ്. എന്നാൽ അവർക്കല്ല ഇന്ന് ഔലിയ എന്നുള്ള പേര്. ഒരാൾ ഇന്നലെയും മിനിയാന്നുമൊക്കെ എന്തെങ്കിലും ജോലി ചെയ്ത് കിടക്കുക, ഇന്ന് പച്ച കുപ്പായവും കറുത്ത കുപ്പായവും പച്ച തലയെക്കെട്ടോ കറുത്ത തലയെക്കെട്ടോ കെട്ടി വന്നാൽ അവൻ ഔലിയാണെന്ന് സമൂഹം തീരുമാനിക്കുന്നു. ഔലിയാക്കന്മാരുടെ യൂണിഫോം പച്ചയും കറുപ്പുമാണെന്ന് ആരാ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂല് മുത്തഖീങ്ങൾക്ക് വസ്ത്രം പറഞ്ഞു കൊടുത്തില്ലേ? ഇൽബസുൽ ബയാദ് വകഫിനൂ ഫീഹാ മൗതാകും. വെള്ള വസ്ത്രം നിങ്ങൾ ധരിക്കുക, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ വെള്ള വസ്ത്രത്തിൽ നിങ്ങൾ കഫൻ ചെയ്യുക. അപ്പൊ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന സുന്നത്തായ ഒരു കളർ വെള്ളയാണ്. കറുപ്പും പച്ചയുമാണ് ഔലിയാന്റെ യൂണിഫോം എന്ന് ആരാ പറഞ്ഞത് സഹോദരങ്ങളെ? പിന്നെ നമ്മൾ കേൾക്കാറുള്ളത് എന്താണെന്നറിയോ? ഔലിയാകുമ്പോ ഓതി മറിയുന്നാ കേൾക്കാറില്ല. അങ്ങനെ ഉണ്ടോ? പരിശുദ്ധ ഖുർആൻ ഓതിയാ മറിയുന്ന ഗ്രന്ഥാണോ സഹോദരങ്ങളെ? സൂറത്ത് സുമറിന്റെ 23-ാം വചനം നോക്കൂ നിങ്ങൾ. അല്ലാഹ് പറയുന്നു, റബ്ബിന്റെ ഖുർആൻ ഓതി മറിയില്ല. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീഥി കിതാബൻ മുതശാബിഹാ മഥാനിയ തഖ്ശയിറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. പടച്ച തമ്പുരാൻ പരിശുദ്ധമായ ഒരു ഗ്രന്ഥം ഇറക്കിയിരിക്കുന്നു. ആ ഗ്രന്ഥം പരസ്പര വൈരുദ്ധ്യമുള്ളതല്ല, പരസ്പര സാദൃശ്യമുള്ള ഗ്രന്ഥമാണ്. ആവർത്തിച്ച് ജനങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിലേക്ക് ആശയം പകർന്നു കൊടുക്കുന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം വായിക്കുമ്പോൾ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകളുടെ തൊലികൾ രോമാഞ്ചമുള്ളതായി കൊണ്ടിരിക്കും ഖുർആൻ ഓതുമ്പോ. പിന്നീട് ആ ഖുർആൻ പഠനത്തിലേക്ക് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ തൊലികളും ഹൃദയങ്ങളും തലീനു, അത് പാകപ്പെടുന്നതാണ്, അത് മൃദുലമാകുന്നതാണ്. ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് പാകപ്പെട്ടു വരും. അതാണ് ഖുർആൻ. ഈ ഖുർആൻ ഓതിയാൽ മറിയില്ല സുഹൃത്തുക്കളെ. ഈ ഖുർആൻ ഓതിയാൽ ഭ്രാന്ത് പിടിക്കില്ല സഹോദരങ്ങളെ. ഈ ഖുർആൻ ഓതിയത് കൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് ദഅവത്ത് നടത്തിയത്. അപ്പുറത്തുള്ള ആളുകൾ പറഞ്ഞു, മുഹമ്മദേ നിനക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് ഖുർആൻ ഓതി അന്തസ്സായി ദഅവത്ത് നടത്തി. പ്രവാചകൻ ഇസ്ലാമിന്റെ നിയമങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു. ഏറ്റവും വലിയ ഔലിയ പാപ്പയാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ഔലിയാണ് ഔലിയ. ഖുർആൻ പറയുന്നു, ഇന്നൗലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, യഥാർത്ഥ ഔലിയ ഭക്തന്മാർ മാത്രമാണ്. അതുപോലെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊന്നാണ് നീർച്ച. മുജാഹിദുകൾക്ക് നീർച്ചല്ല എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, മുജാഹിദുകൾ അതുപോലെ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ മഹാരഥന്മാരുടെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അവരൊക്കെ നീർച്ചയാക്കിയതായിട്ട് കാണാൻ കഴിയും. എന്ത് നീർച്ചയാണ്? നമ്മൾ മഹല്ലത്തിൽ നീർച്ച കേൾക്കാറുണ്ട്. എന്താ നീർച്ച? നീർച്ച എന്ന് പറഞ്ഞാൽ പണ്ഡിത ലോകം നമ്മെ പഠിപ്പിച്ചത് സുന്നത്തായ, നിർബന്ധമല്ലാത്ത അല്ലെങ്കിൽ അനുവദനീയമായ ഒരു കാര്യത്തെ നമ്മുടെ സ്വന്തം ശരീരത്തിന് നിർബന്ധമാക്കി കളയുക. അപ്പോൾ നിർബന്ധമായതിന്റെ പ്രതിഫലം ഉണ്ടാകും എന്നാണ്. എന്നാൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മഹലിലൊക്കെ പല നീർച്ചകളും നടക്കാറുണ്ട്. ആരാണിത് നിർബന്ധമാക്കാറുള്ളത്? ഇന്ന് നീർച്ചയാണ് നടക്കുന്നത്. ആരാണിത് നിർബന്ധമാക്കാറുള്ളത്? ആരെങ്കിലും നീർച്ച വെക്കാറുണ്ടോ? മാത്രമല്ല, ഒരാൾ നീർച്ചയാക്കിയിട്ട് അത് വീട്ടിയില്ലെങ്കിൽ എന്താ ഉള്ളത്? പ്രായശ്ചിത്തം നൽകേണ്ടതില്ലേ സഹോദരങ്ങളെ? നീർച്ചയാണ് എന്നിപ്പോ അവിടെ നമ്മളെ നീർച്ചയാണ്. ആ നീർച്ച വീട്ടിയില്ലെങ്കിൽ, അതിൽ പങ്കെടുത്തില്ലെങ്കിൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് 3 ദിവസം നോമ്പനുഷ്ഠിക്കണം, അല്ലെങ്കിൽ 10 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം, അതല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം. നാട്ടിൽ നീർച്ച തീരുമാനിച്ചു, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഏതൊരു മരിപ്പുണ്ടായിരുന്ന വേണ്ടാച്ചു. എല്ലാവരും ഏതായാലും ഇപ്പൊ നമ്മളെ നീർച്ച മുടങ്ങിയത് കൊണ്ട് എല്ലാവരും നോമ്പ് വിൽക്കാറുണ്ടോ? അല്ലെങ്കിൽ 10 പാവങ്ങൾക്ക് ഭക്ഷണം നൽകാറുണ്ടോ?
സഹോദരങ്ങളെ, നീർച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണാതെ പോയ സാധനം വീണ് കിട്ടാൻ, അതുപോലെ പാമ്പിന്റെ ശല്യം ഇല്ലാതിരിക്കാൻ അല്ലേ? ചിലയിടങ്ങളിലൊക്കെ പാമ്പിന്റെ ശല്യം ഇല്ലാതിരിക്കാൻ റിഫായി ശേഖിന്റെ പേരിൽ കോയിനെ നീർച്ചയാക്കും. കൊണ്ടോട്ടി ഭാഗത്തൊക്കെ കുഞ്ഞിരായി മോലിയാരുടെ പേരിലും സുലൈമാൻ നബിന്റെ പേരിലാണ് കോയിനെ നീർച്ചയാക്കൽ, പാമ്പിന്റെ ഉപദ്രവം ഇല്ലാതിരിക്കാൻ വേണ്ടി. അതാണോ നീർച്ച? അങ്ങനെ ഒരു നീർച്ച റസൂലുള്ള പഠിപ്പിച്ചോ സഹാബത്ത് പഠിപ്പിച്ചോ ഉണ്ടോ? ഇങ്ങനെ പാമ്പിന്റെ ഉപദ്രവം ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു നീർച്ച. നീർച്ച ഈ രൂപത്തിലുള്ള നീർച്ചകൾ ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് ഇന്നന്നദിറ ലാ യുഖദ്ദിമു ശൈഅൻ വലാ യുഅഖിറു വഇന്നമാ യുസ്തഖറജു ബിന്നദിരി മിനൽ ബഖീൽ. നിങ്ങൾ അത് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ നീർച്ചയുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും നേടാൻ സാധ്യമല്ല. അത് അരക്കന്മാരുടെ പോക്കറ്റിൽ നിന്ന് പണം പുറത്തിറക്കാൻ ഈ ലോകത്തിന്റെ നിയന്താവ് വെച്ച ഒരു പ്രക്രിയയാണെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. എന്നാൽ യഥാർത്ഥ നീർച്ച എന്താണ്? എന്തിനാ നീർച്ച വെക്കുന്നത്? പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറാ ഐന യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനാ തഫ്ജീറാ യൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകൾ ആരാണെന്നറിയാമോ? ആ ഇഷ്ടപ്പെട്ട അടിമകൾ സ്വർഗീയ ലോകത്ത് വരുമ്പോൾ അള്ളാഹു അവർക്ക് വർണ്ണിക്കാനും വിവരിക്കാനും കഴിയാത്ത അവർണ്ണനീയവും അനിർവചനീയവുമായ പാനീയം അവർക്ക് അള്ളാഹു നൽകും. ആ ആളുകളുടെ ഗുണം എന്താണെന്നോ? യൂഫൂന ബിന്നദിരി, അവർ നീർച്ച പൂർത്തിയാക്കി വീട്ടുന്ന ആളുകളാണ്. യഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ, വ്യാപകമായ വിപത്തുകൾ അരങ്ങേറുന്ന ഹശ്റിന്റെ മൈതാനിയെ, അള്ളാഹുവിന്റെ ഭീകരമായ ശിഷ്ടസംഹാര നൃത്തമാടുന്ന നരകീയ അഗ്നിയെ ഭയപ്പെട്ടുകൊണ്ട് റബ്ബേ നിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഇതാ ഈ കർമ്മം നീർച്ചയാക്കുകയാണ്, അല്ലെങ്കിൽ പള്ളിയിൽ ഇഴ്തികാഫിരിക്കാൻ നീർച്ചയാക്കുകയാണ്. അതുപോലെയുള്ള നീർച്ചകൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുഅ്മിനുകൾ ചെയ്യുന്ന പ്രവർത്തനമാണ് യഥാർത്ഥ നീർച്ച എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോ സഹോദരങ്ങളെ, നമ്മൾ എന്തിന് റസൂലുള്ള പഠിപ്പിക്കാത്തതിന് പോകണം? അപ്പൊ നീർച്ച നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടിയിരിക്കുന്നു. പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ പ്രത്യേകമായി ശിർക്കിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടേണ്ടിയിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ, നാം നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹുവിനെ പോലെ എല്ലാം ചെയ്യാൻ കഴിയും, എന്തും കേൾക്കാൻ കഴിയും. മഹാന്മാരായ ഔലിയാക്കന്മാർ, മഖബറയിൽ കിടക്കുന്ന ആളുകൾ, അവർക്ക് എന്തും ചെയ്യാൻ കഴിയും, എന്തും ഉത്തരം ചെയ്യാൻ കഴിയും. ഈ രൂപത്തിലുള്ള വിശ്വാസങ്ങൾ അള്ളാഹുവിന്റെ സിഫത്തിൽ പങ്കുചേർക്കലാണെന്ന് നാം പറയുകയുണ്ടായി. ആ രൂപത്തിൽ പങ്കുചേർത്താൽ എന്താണ് സംഭവിക്കുക? അള്ളാഹുവിന്റെ ഖുർആനിൽ പറയുകയാണ്, ഇന്ന من يشرك بالله فقد حرم الله عليه الجنة ومأواه النار. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവന് അല്ലാഹു സ്വർഗം ഹറാമാക്കി പോയി. വമഅവാഹു النار, അവന്റെ അന്ത്യം നരകത്തിൽ തന്നെ. പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയേ, നിങ്ങളിലേക്ക് വഹി ഇറക്കപ്പെട്ടോ, നിങ്ങളുടെ മുൻഗാമികളായ പ്രവാചകന്മാർക്ക് മുഴുവനും വഹി ഇറക്കപ്പെട്ടോ. ആ പ്രവാചകന്മാരുടെ പാതയിലുള്ള അവരുടെ ഭയം എന്താണെന്നറിയാമോ? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. ആദം നബി, നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമല് ബാത്തിലാണ്. നൂഹ് നബി, നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമല് ബാത്തിലാണ്. യൂസുഫ് നബിയെ, ഇബ്രാഹിം നബിയെ, മൂസാ നബിയെ, ഈസാ നബിയെ, നിങ്ങൾ ആര് ശിർക്ക് ചെയ്താൽ
പോയാലും നിങ്ങളുടെ അമല് ബാത്തിലാണ്. അതുകൊണ്ടാണ് ഈ പ്രവാചകന്മാരുടെ മുഴുവൻ പ്രാർത്ഥനകളും അല്ലാഹുവിനോട് മാത്രമായത്. മഹാനായ ലുക്മാനിനെ നമ്മൾ കേട്ടിട്ടില്ലേ? ലുക്മാനുൽ ഹകീം അദ്ദേഹത്തിന്റെ മോനെ വിളിച്ച് പറയുകയാണ്, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. മോനെ നീ ശിർക്ക് ചെയ്യരുത്, ശിർക്ക് ഏറ്റവും വലിയ പാപമാണ് മോനെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ നമ്മൾ വരുമ്പോ അവിടെ വിചാരണ നടക്കുമ്പോ നമ്മളൊക്കെ ചെയ്യുന്നത് പ്രവാചകന്മാരുടെ പാതക്ക് അനുഗുണമാണോ? പൗരാണികരായ പണ്ഡിതന്മാരുടെ മാതൃകയുള്ളതാണോ? ഇവിടെ ഞാൻ പറഞ്ഞ ഗ്രന്ഥങ്ങൾ നിങ്ങൾ മറക്കരുത്. നാളെ നിങ്ങൾക്ക് ഉസ്താദുമാരെ സമീപിക്കാം, അവരെ സമീപിച്ച ഗ്രന്ഥങ്ങളെ കുറിച്ച് ചോദിക്കാം, അതിലുള്ള വസ്തുതകൾ ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാം. നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ കരുവാരകുണ്ട് പഞ്ചായത്തിലെ ഇരിങ്ങാട്ടിരി പോസ്റ്റ് ഓഫീസ് പരിധിക്കുള്ളിൽ താമസിക്കുന്ന ഞാൻ സഹോദരങ്ങളെ അവിടെയുണ്ട്. ഞാൻ പറഞ്ഞ ഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്ക് സൗകര്യമുണ്ട്. ഇവിടുത്തെ സംഘാടകരുമായി നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ ബന്ധപ്പെടുക. ഇനി വിദേശത്തേക്ക് ഞാൻ പോയാൽ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ അതുപോലെ പല മാർഗത്തിലൂടെയും ഞാനുമായി സംവദിക്കാൻ അവസരമുണ്ടാകും. അതുപോലെ നമ്മുടെ ഉസ്താദാക്കന്മാരോട് നിങ്ങൾക്ക് ചോദിക്കാം, അവരുമായി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്നാണ് എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഒരൊറ്റ കാര്യം ഞാൻ പറയട്ടെ. ഈയിടെയായി ഞാൻ കേൾക്കുകയുണ്ടായി, ഞാൻ ഒരിക്കൽ പുത്തനങ്ങാടിയിൽ ഒരു പ്രഭാഷണത്തിന് വന്നപ്പോൾ ഇവിടെയുള്ള ശുഹദാക്കന്മാരുടെ ജാറത്തിങ്ങ പോയിട്ട് അവരോട് ബർക്കത്തെടുത്തിട്ട് അവരോട് പ്രത്യേകമായി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പണ്ഡിത സംഗമത്തിൽ പങ്കെടുത്തത് എന്ന് കേൾക്കുകയുണ്ടായി. ഇല്ല സഹോദരങ്ങളെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും സഹോദരന്മാർക്ക് അങ്ങനെ തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് തിരുത്തണമെന്ന് വിനയത്തോടെ പറയാൻ, ഒന്നും ഉണ്ടായിട്ട് പറയല്ല. എന്നാൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, ശ്രോതാക്കന്മാരാവട്ടെ ഏതാളുകളാവട്ടെ അവരുടെ ഖബറുകൾ സന്ദർശിക്കുന്നത് നമ്മളുടെ പരലോക സ്മരണക്ക് നല്ലതാണ്. ഖബർ സിയാറത്ത് നല്ലതാണ്. പുത്തനങ്ങാടിയിലെ ശ്രോതാക്കന്മാരുടെ ഖബറുകൾ പോയിട്ടാണ് ഉമർ ഫൈസി ഒരു പരിപാടിയിൽ സംബന്ധിച്ചത് എന്ന് ഞാൻ കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു പോയി, പടച്ചവനെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മളൊക്കെ ഈ നാട്ടിലുള്ള ആളുകളല്ലേ, എന്തിനിങ്ങനെ പറയണം? നോക്കൂ നിങ്ങൾ, ഇനി ഒരു ഖബറുകൾ പോയി ആരുടെ ഖബർ, ഞാൻ പറയട്ടെ ശ്രോതാക്കളുടെ എന്നല്ല, ആരുടെ ഖബറും സന്ദർശിക്കാം. ഇസ്ലാമിന്റെ വീക്ഷണം എങ്ങനെ? ഇമാം നബിയുടെ ശർഹു മുസ്ലിം നോക്കൂ നിങ്ങൾ, മുശ്രിക്കിന്റെ ഖബർ പോലും ഒരു മുസ്ലിമിന് പോയി സന്ദർശിക്കാമെന്നാ. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, ഖബർ സിയാറത്ത് നിങ്ങൾക്ക് പരലോക സ്മരണയുണ്ടാക്കും. എന്നെ പോലെ എണീറ്റ് നടന്നിരുന്ന മനുഷ്യനാണല്ലോ ഖബർ കിടക്കുന്നത് എന്ന ഓർമ്മയുണ്ടാക്കും. റസൂലുള്ളാഹിയോട് ജിബ്രീൽ വന്ന് പറഞ്ഞു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. എന്താ പറയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിക്കൽ നോക്കുമ്പോൾ രാത്രി കാണുന്നില്ല. റസൂലുള്ളാഹി മദീനയിലെ ബഖീഉൽ ഗർഖദിലാ ഉള്ളത്. അപ്പൊ റസൂലുള്ളാഹിയോട് ആയിഷ ബി ചോദിച്ചു, അല്ല എന്താണ് പരിപാടി? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീൽ എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറയാ, ഇന്ന റബ്ബക യഅ്മുറുക അൻ തഅതിയ അഹ്ലൽ ബഖീ, നബിയെ നിങ്ങളോട് അല്ലാഹു കൽപ്പിച്ചു, നിങ്ങൾ ആ ബഖീഉൽ ഗർഖദുണ്ടല്ലോ മദീനയിലെ 12,000-ൽ പരം സഹാബാക്കളുടെ ഖബറുള്ള ആ ബഖീയിലേക്ക് നിങ്ങളൊന്ന് പോവണം. എന്നിട്ട് ഫതസ്തഗ്ഫിറ ലഹും, നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്ന് പൊറുക്കലിനെ തേടണം എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോയതാ. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിക്കാൻ, നബിയെ കൈഫ അഖൂലു ലഹും യാ റസൂലല്ലാഹ്, എന്താണ് ഞാൻ അവിടെയുള്ള ആളുകളോട് പറയേണ്ടത്? ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂൽ പറയുകയാണ്, ഖൂലി അസ്സലാമു അലാ അഹ്ലിദ് ദിയാരി മിനൽ المؤمنين والمسلمين ويرحم الله المستقدمين منا والمستأخرين وإنا إن شاء الله بكم للاحقون എന്ന് പറഞ്ഞു എന്ന് റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ഖബർ സിയാറത്ത് പുണ്യമുള്ളതാണ്, പരലോകത്തെ കുറിച്ച് നമുക്ക് ഓർക്കാൻ പറ്റുന്നതാണ്. വിശ്വാസികളുടെ ഖബറാണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ഏതായിരുന്നാലും ഈ ഒരൊറ്റ കാര്യം ഞാൻ ഉണർത്താൻ നിർബന്ധിതനായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു വർത്തമാനത്തിന്റെ ആവശ്യമൊന്നുമില്ല. കിതാബ് ഓതി പഠിച്ച ആളുകൾക്ക് കിതാബുകൾ പരിശോധിച്ചാൽ ഒരുപാട് സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. എന്തായിരുന്നാലും എൻ്റെ സഹോദരങ്ങളെ, നമ്മളെല്ലാം ജേഷ്ഠാനിയന്മാരാണ്. നമ്മൾ മരണപ്പെട്ടു പോവേണ്ട ആളുകളാണ്. റബ്ബിന്റെ കോടതിയിൽ വരേണ്ടവരാണ്. നമ്മൾ പറയുന്ന, ഞാൻ ഇവിടെ പറയുന്ന ഓരോ വാക്കുകളും ഇവിടെ രേഖപ്പെടുത്തപ്പെടുകയാണ്. റബ്ബിന്റെ കോടതിയിൽ ഞാൻ ഇന്നിവിടെ സംസാരിച്ച സംസാരം മുഴുവനും അവിടെ ഞാൻ വായിക്കണം. റബ്ബ് എന്നോട് ചോദിക്കും, എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ വായിക്കേണ്ടി വരും. പ്രാസംഗികന്മാർ മുഴുവനും അത് പറയേണ്ടി വരും എന്ന ബോധത്തോടെ തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത് കേൾക്കുന്ന എൻ്റെ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നാളെ ഹശ്റിന്റെ മൈതാനിയിൽ ഒരു രംഗമുണ്ട്. ആ സന്ദർഭം എന്താണെന്നറിയാമോ? നമ്മളൊക്കെ ആരായിരുന്നാലും, എത്ര വലിയ ആളുകളായിരുന്നാലും, പാപം ചെയ്ത് റബ്ബിന് പൊരുത്തപ്പെടാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും വർത്തമാനങ്ങളും, അതല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാനുള്ള ക്രമം തെറ്റിച്ച ആളുകൾ ആരായിരുന്നാലും, അവിടെ ഖുർആൻ ഒരു കാര്യം പറയുന്നത് എന്താ അറിയൂ? അക്രമികളായ ആളുകൾ അവരുടെ രണ്ട് കൈയും കടിച്ച് കരയും പരലോകത്ത്. എന്നിട്ട് അവർ പറയും, യാ ലൈതനി തഖൽതു മഅ റസൂലി സബീലാ, അല്ലാഹുവിന്റെ പ്രവാചകനോടുകൂടെ ഞാനൊരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നല്ലോ. എൻ്റെ എല്ലാ കർമ്മങ്ങളും എൻ്റെ എല്ലാ വിശ്വാസാചാരങ്ങളും റസൂലുള്ളാഹി പറഞ്ഞതാണോ എന്ന് ഞാൻ അതെനിക്ക് പറഞ്ഞു തരുന്ന ആളുകളോടൊന്ന് ചോദിച്ചു വരുത്തിയിരുന്നെങ്കിൽ, യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, നാശമേ, ഇന്ന ആളുകളെ ഞാൻ എൻ്റെ കൂട്ടുകാരാക്കാതെ അള്ളാഹുവിന്റെ ഹബീബ് എന്ത് പഠിപ്പിച്ചോ അത് മാത്രം സ്വീകരിച്ച് ഞാൻ മുന്നോട്ട് പോയിരുന്നു എങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് കരയുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ കോടതിയിൽ വന്ന് പറയുകയാണ്, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. പടച്ചവരെ, എൻ്റെ ജനത ഈ പരിശുദ്ധ ഖുർആനിനെ അവഗണിച്ചു റബ്ബേ. ഈ ഖുർആനിനെ ഞാൻ അവർക്ക് വിവരിച്ചു കൊടുത്തതല്ല അവർ കേട്ടത്. അവർ ഏതോ നേതാക്കന്മാരെ പിന്തുടർന്നു, ഏതോ കോജാക്കന്മാരെ പിന്തുടർന്നു പോയി റബ്ബേ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് മാറി നിൽക്കുമ്പോ, സഹോദരങ്ങളെ, നമ്മൾ ഇവിടെ ചെയ്തത് മുഴുവനും, നമ്മൾ പറഞ്ഞത് മുഴുവനും, നമ്മൾ പ്രവർത്തിച്ചത് മുഴുവനും റബ്ബ് കൃത്യമായി അറിയുന്നു. അവൻ രേഖപ്പെടുത്തുന്നു. ഹശ്റിന്റെ മൈതാനിയിൽ നമ്മൾ തളരുന്നു. റബ്ബ് എങ്ങനെയാണ് നമ്മെ കാണുന്നത്? മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്, പടച്ച തമ്പുരാൻ മനുഷ്യരെ ഒരു ഉറുമ്പ് നട്ട പാതിര സന്ദർഭത്തിൽ കരിമ്പാറയുടെ മുകളിലൂടെ സഞ്ചരിക്കുന്നത് റബ്ബ് അറിയുന്നു. അതുപോലെ നിങ്ങൾ 10,000 സമ്മേളിച്ച സന്ദർഭത്തിൽ ഓരോ ആളുകളും ബഹളമുണ്ടാക്കി, ബഹളത്തിനിടയിൽ നമുക്കൊന്നും തിരിയുന്നില്ലെങ്കിലും റബ്ബിന് ഓരോ മനുഷ്യരുടെയും നാവ് ചലിച്ചത് കൊണ്ട് എന്തെല്ലാം അക്ഷരമാണ് പ്രകടമായത് അത് മുഴുവനും അറിയുന്ന റബ്ബാണ്. ആ റബ്ബിന്റെ അടിമകളാണ് നമ്മൾ. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ഒരു പ്രത്യേകമായി നിശ്ചയമായും റബ്ബ് നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ചലനങ്ങൾ ഒരു ക്യാമറ വെച്ചതുപോലെ ഒരു ഓഫീസിലെ ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ ക്യാമറ ഫിറ്റ് ചെയ്ത് അത് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിലേക്ക് സേവ് ആകുന്നത് പോലെ അതിലും ശക്തമായി റബ്ബ് ഇത് റെക്കോർഡ് ചെയ്യുന്നു. ജനങ്ങളെ, റബ്ബിന്റെ കോടതിയിൽ റബ്ബ് ചോദിക്കും, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. താക്കീത് ചെയ്യുന്ന ആളുകൾ നിങ്ങളെ സമീപിച്ചില്ലേ? അതുപോലെ ചിന്തിക്കാൻ നിങ്ങൾക്ക് തലച്ചോറ് നാം നൽകിയില്ലേ? അതിനുള്ള സമയം നൽകിയില്ലേ? എന്നിട്ട് അവര് പറഞ്ഞു, കാരണവന്മാരല്ലേ, നേതാക്കളല്ലേ, അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും, അവരെന്തെങ്കിലും കണ്ടിട്ടുണ്ടാകും, അവരെ ഞങ്ങൾ പിന്തുടർന്നു എന്നൊക്കെ പറയുമ്പോ ഇതാ മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിനോട് ചോദിച്ച ചോദ്യം
ചോദ്യം മൂസാ ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ. മൂസാ നീ ഇതൊക്കെ പറയുമ്പോ മുൻഗാമികളുടെ അവസ്ഥ എന്താ മൂസാ? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ മറുപടി ഇൽമുഹാ ഇൻദ റബ്ബി, അതെല്ലാം എൻ്റെ റബ്ബിനറിയാം. റബ്ബ് തആല പറയുകയാണ്, ജനങ്ങളെ നിങ്ങളുടെ മുൻഗാമികൾ എന്ത് ചെയ്തു എന്ന് നിങ്ങൾ നോക്കണ്ട. അള്ളാന്റെ ഖുർആനിലും പ്രവാചകന്റെ ഹദീസിലും പറഞ്ഞ കാര്യങ്ങൾ സഹാബത്തും താബീകളും തബഴ് താബികളും എങ്ങനെ പകർത്തി, ആ ഖുർആനിനും ആയത്തിനും ഹദീസിനും അവരെന്ത് വ്യാഖ്യാനം നൽകി, അവർ നൽകിയ വിശദീകരണം നിങ്ങൾ സ്വീകരിക്കാതെ നമ്മുടെ കാരണന്മാർക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കും തെറ്റിക്കോട്ടെ, അവര് പോകുന്ന നരകത്തിലേക്ക് ഞാനും പോകാമെന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ റബ്ബിന്റെ ഒരു പ്രഖ്യാപനം, തിൽക ഉമ്മത്തും ഖദ് ഖലത്ത്, കഴിഞ്ഞുപോയവർ ജനങ്ങളെ കഴിഞ്ഞുപോയി, ലഹാ മാ കസബത്ത്, അവർക്ക് അവർ ചെയ്തത് കിട്ടും, വലക്കും മാ കസബത്തും, നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തത് കിട്ടും, വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യുകയില്ല, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ അല്ലാഹ് ചോദ്യം ചെയ്യും. ഒന്നുമില്ല സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും നമ്മൾ വെച്ച് പുലർത്തുന്ന വിശ്വാസാചാരങ്ങളും അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതാണോ എന്നൊന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. മിനിമം അശ്വരീമ പഠിപ്പിച്ച അഖീദയാണോ ത്വരീഖത്താണോ ഈ പറയുന്നത് എന്നതിന് ഉസ്താദെ ഒരു 2 വരി ഇമാം അശ്വരി പറഞ്ഞതിന്റെ മലയാളം ഒന്ന് തരൂ എന്നെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ വിശ്വാസം രക്ഷപ്പെടുത്താൻ. നാളെ റബ്ബിന്റെ കോടതിയിൽ മീസാനിന്റെ അടുക്ക ചെല്ലുമ്പോ എങ്ങനെയാടാ നീ എന്നിൽ വിശ്വസിച്ചെന്ന് അള്ളാഹ് ചോദിക്കുമ്പോ അശ്വരി ത്വരീഖത്ത് പ്രകാരം വിശ്വസിച്ചു, അതെന്താ പറയൂ. ആ സന്ദർഭത്തിൽ പഠിച്ചോനെ ഞാൻ ഉസ്താദിനെ വിളിച്ചുകൊണ്ടിട്ടെ, മൂപ്പർക്കറിയാം എനിക്കറിയില്ല എന്ന് പറയാൻ സഹോദരങ്ങളെ നിർവാഹമില്ല. റബ്ബ് അവിടെ പറയുക, ഇഖ്റഇ കിതാബക്, നീ തന്നെ വായിക്കണം, കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹിസാബാ, എല്ലാം നീ തന്നെ പറയണം, ആരോടും ചോദിക്കാനുള്ള സമയം ഇവിടെ ഇല്ല എന്ന് റബ്ബ് പറയുന്ന സന്ദർഭത്തിൽ മാലിഹാദൽ കിതാബ്, ഈ ഗ്രന്ഥത്തിന് എന്ത് സംഭവിച്ചു പോയി? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, എല്ലാം ഇതിൽ രേഖപ്പെടുത്തിയല്ലോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. ഇതിൽ ഖുലൂബുൽ ലദൽ ഹനാജിരി ഖാലിമീൻ, ഭയപ്പെട്ടിട്ട് കരള് പൊങ്ങിയിട്ട് തൊണ്ടയിലെത്തിയിട്ടുണ്ടാകും. നഊദു ബില്ലാഹ്. റബ്ബ് തആല അത്തരം ഭീകരമായ ഒരു രംഗം നമുക്ക് നൽകാതെ നമ്മൾ മരണപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന വിശ്വാസാചാരങ്ങൾ, നമ്മൾ വെച്ച് പുലർത്തുന്ന നമ്മുടെ കർമാനുഷ്ഠാനങ്ങൾ ഇത് റസൂൽ പഠിപ്പിച്ചതാണോ, സഹാബത്ത് നബിയിൽ നിന്ന് പകർത്തിയതാണോ, താബികളും തബഴ് താബികളും അംഗീകരിച്ചതാണോ എന്നൊന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. എൻ്റെ പദപ്രയോഗങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രയാസം തോന്നുന്നതുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് സ്നേഹത്തോടെ എൻ്റെ ആ വേർഡുകളെ നിങ്ങൾ കാണണം. ഞാനത് ഉപയോഗിക്കുന്നത് ഒരു കിണറ്റിലേക്ക് ഒരാൾ വീഴാൻ പോകുമ്പോൾ അദ്ദേഹത്തെ തടുക്കുന്ന ഭാഷയിൽ ആ ഉദ്ദേശത്തോടെ മാത്രമാണ് സഹോദരങ്ങളെ. എൻ്റെ ഭാഷയിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള അബ്ദുസമദ് സാഹിബുണ്ട്, അതുപോലെ പലരുമുണ്ട്, അവരുമായി നിങ്ങൾക്ക് സംവദിക്കാം. എൻ്റെ ഫോൺ നമ്പർ അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് എൻ്റെ തെറ്റുകൾ നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണം. എൻ്റെ പരലോകത്തെക്കുറിച്ച് ഈ നിങ്ങളെക്കുറിച്ച് എനിക്കുള്ളതുപോലെ നിങ്ങൾക്കും എന്നെക്കുറിച്ച് ഭയമുണ്ടാവണം. ഞാൻ നരകത്തിൽ വീഴുന്നതിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കും സങ്കടമുണ്ടാവണം. നമ്മളൊരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും മക്കളാണ്. ആ സ്നേഹത്തോടുകൂടെ റബ്ബിന്റെ കോടതിയിൽ വന്ന് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ റബ്ബ് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകളെ അല്ലാഹു സ്വർഗീയ പൂങ്കാവനമാക്കുമാറാവട്ടെ. ദീർഘായുസ്സോടെയും ആഫിയത്തോടെയും ദീനിന് സേവനം ചെയ്യാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇത്രയും നേരം ഈ സമയം നമ്മൾ ചെലവഴിച്ചതിന് അല്ലാഹു നമുക്ക് പരലോകത്ത് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. നമുക്ക് ഈ ദീനീ ദഅവത്തിന് വേണ്ടി ഒരുപാട് സഹകരണങ്ങൾ നമുക്ക് ചെയ്തു തന്ന, നമ്മെ സഹായിച്ച പലരും അവർക്ക് അല്ലാഹു എല്ലാവിധ ഖൈറും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവസാനം ഈമാനോടുകൂടെ മരിക്കാൻ നമുക്കും നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കൂട്ടുകുടുംബാദികൾക്കും നമ്മോട് പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവർക്കും റബ്ബ് തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ സഹോദരന്മാർ രോഗികളായി കിടക്കുന്നവർക്ക് അല്ലാഹു ആയുരാരോഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ
ആളുകൾ അവരുടെ ഖബറുകളിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അല്ലാഹു അവരുടെ ശിക്ഷകളെ ഉയർത്തി അവർക്ക് അല്ലാഹു എല്ലാ സ്വർഗീയ അനുഭൂതികളും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.